MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആദ്യമായി വടകരയിലെത്തിയ കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ളയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. പാറക്കലിന് വികാരനിർഭരമായ സ്വീകരണമാണ് UDF പ്രവർത്തകർ നൽകിയത്. സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകർ പാറക്കലിനെ സ്വീകരിക്കാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നു. വൈകിട്ട് 6 മണിയോടെ പരശുരാം എക്സ്പ്രസ് റെയിൽവേ സ്റ്റേഷനിലെത്തിയ പാറക്കൽ അബ്ദുള്ള MLAയെ നായക നായക ഞങ്ങളെയാകെ നയിച്ചവനെ എന്ന മുദ്രാവാക്യങ്ങളോടെയാണ് പ്രവർത്തകർ വരവേറ്റത്. രണ്ടാം പ്ലാറ്റ്ഫോമിൽ നിന്നിറങ്ങി റെയിൽവേ സ്റ്റേഷന് പുറത്തെത്തിയിട്ടും പ്രവർത്തകർ അദ്ദേഹത്തെ സ്നേഹവായ്പുകൾ കൊണ്ട് മൂടി. കേരളത്തിൽ UDFിന്റെ നേതൃത്വത്തിൽ ഒരു പൊതുയുഗം പിറന്നിരിക്കുകയാണെന്നും അതിൽ താൻ ഏറെ സന്തുഷ്ടനാണെന്നും സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി. സ്വീകരണ പരിപാടിക്ക് UDF നേതാക്കളായ VM ചന്ദ്രൻ, അഡ്വക്കേറ്റ് പ്രമോദ് കക്കാട്ടിൽ, കോട്ടയിൽ രാധാകൃഷ്ണൻ, വിശ്വൻ മാസ്റ്റർ, പവിത് മലോൾ, ഒഞ്ചിയം ബാബു, ഇടവത്തക്കണ്ടി കുഞ്ഞിരാമൻ, KT അബ്ദുറഹ്മാൻ, KC മുജീബ് റഹ്മാൻ, നൊച്ചാട് കുഞ്ഞബ്ദുള്ള, OK കുഞ്ഞബ്ദുള്ള, PP ജാഫർ, NP അബ്ദുള്ള ഹാജി, PM അബൂബക്കർ മാസ്റ്റർ, അഫ്നാസ് ചോറോട്, VV മുഹമ്മദ് അലി, നൌഫൽ CA, മൻസൂർ ഇടവലത്ത്, PP റഷീദ്, പുതിയടത്ത് അബ്ദുള്ള മാസ്റ്റർ, കുഞ്ഞമ്മദ് മാസ്റ്റർ, MC വടകര എന്നിവർ നേതൃത്വം നൽകി. അത് ജനിച്ച നാടിന്റെ സ്വീകരണം. എൻ്റെ കുറ്റ്യാടിക്കാര്, വടകരക്കാര്, എൻ്റെ നാട്ടുകാരാണ്. എൻ്റെ ജന്മനാടാണ് ഈ വടകര, കുറ്റ്യാടിയൊക്കെ. അവർ കാണിക്കുന്ന സ്നേഹാദരവാണ് UDFിന്റെ പ്രവർത്തകന്മാർ. അത് ഞാൻ ജയിച്ചു വന്നു എന്നുള്ളതാണ്. അങ്ങനെയില്ല, ഞങ്ങൾ മത്സരിച്ചത് 10 വർഷത്തെ LDFിന്റെ ദുർഭരണത്തിനെതിരെയാണ്. അതിൽ കുറ്റ്യാടി എന്നെയാണ് മത്സരിക്കാൻ ഏൽപ്പിച്ചത്. മന്ത്രിയാകാൻ വേണ്ടിയല്ല മത്സരിച്ചത്. 10 വർഷത്തെ ഇടതുപക്ഷ ദുർഭരണത്തെ പരാജയപ്പെടുത്താനും അവരെ വലിച്ചെറിയാനുമാണ് എന്നെ കുറ്റ്യാടിയിൽ നിയോഗിച്ചത്, മന്ത്രിയാകാനല്ല. പാർട്ടി എന്നെ നേരത്തെ MLA ആക്കി മത്സരിക്കാൻ ജയിച്ചു വന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെറിയ വോട്ടിന് പരാജയപ്പെട്ടു. വീണ്ടും ഇപ്രാവശ്യം പാർട്ടി എന്നെ മത്സരിക്കാൻ അവിടെ നിയോഗിച്ചു. വലിയ ഭൂരിപക്ഷത്തിന്, 10,000-കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിപ്പിച്ചത് UDFിൻ്റെയും UDFിൻ്റെ കർമ്മപടന്മാരായ പ്രവർത്തകർ.
അല്ലാതെ മന്ത്രി എന്നുള്ളതല്ല വിഷയം. അത് പാർട്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ മത്സരിച്ചത് പാർട്ടി പറഞ്ഞിട്ടാണ്. അതുപോലെ പാലക്കാട് തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊക്കെ സംഘടനാ തലത്തിൽ ആ വഴിക്ക് നടക്കും. തീർച്ചയായും ഞാൻ സജീവമായി തന്നെ ഈ UDF രാഷ്ട്രീയ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയായി കുറ്റ്യാടിയിൽ ഒരു പതിറ്റാണ്ടായി ഞാൻ പ്രവർത്തന രംഗത്തുണ്ട്. വടകര താലൂക്കിൽ എല്ലാ രംഗത്തും പൊതുരംഗത്ത് അത് കോഴിക്കോട് ജില്ലയിലായാലും പാർട്ടി എന്ന നിലയിൽ, മുന്നണി എന്ന നിലയിൽ ഞാൻ നിറഞ്ഞു നിന്നിട്ടുണ്ട്.